അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അവൾ പറഞ്ഞു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ടോക്സിക് ആയിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതായിരുന്നു. എൻ്റെ ഭാഗത്താണ് തെറ്റ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല പ്രശ്നമെന്ന്. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് ഒരിക്കലും കഴിയുകയില്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. ഹായ് ബ്രോ. എന്നാ ഇന്നലത്തെ ട്രിപ്പിനൊന്നും കണ്ടില്ലല്ലോ? കുറച്ച് തിരക്കായി പോടെ. ഞാൻ ട്രിപ്പ് എന്ന് കേൾക്കുമ്പോൾ ചാടി വീഴുന്ന നീ എന്താ ഇപ്പൊ ഒരിടത്തും വരാതെ? എടാ, അത് ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അതെന്താടാ, എന്നോട് പറ. നമ്മുടെ ടീമിൽ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ജോയിൻ ആയ ഒരു സ്റ്റാഫിനെ ഓർക്കുന്നുള്ളൂ, റീന എന്ന് പറഞ്ഞ സ്റ്റാഫിനെ. അവള് ഞങ്ങൾ ആക്ച്വലി 4 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾ 4 വർഷമായിട്ട് നല്ല പ്രണയത്തിലായിരുന്നു. എന്നിട്ട് നീ ഇതുവരെയായിട്ട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ? എടാ, അത് എങ്ങനെ ഓഫീസിൽ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടാ. അതെന്താ? അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അവൾ പറഞ്ഞു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന്. അതെന്താ അങ്ങനെ? എടാ, നിനക്കറിയാലോ, ഞാനൊരു റിലേഷൻഷിപ്പിലായ ഞാൻ എന്നെക്കാളുപരി ഞാൻ അവരെ കെയർ ചെയ്യും. അതുതന്നെ ഇവിടെ സംഭവിച്ചു. ഞാൻ അവളോട് പറയായിരുന്നു ഒരിടത്തും പോകരുത്, അത് ഇടരുത്, ആ ഡ്രസ്സ് ഇടരുത്, ഇവിടെ പോകരുത്. ആദ്യമൊക്കെ അവള് അത് കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ അവൾക്കത് എന്തോ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോട് പറഞ്ഞത് കാണാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരിട്ട് പോയി അപ്പോഴാണ് അവൾ പറഞ്ഞത് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാം. എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ടോക്സിക് ആയിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതായിരുന്നു. എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഹലോ, എന്താ ആലോചിക്കുന്നേ? ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് നമുക്ക് ചുറ്റും ഉണ്ടല്ലേ. പക്ഷേ ഇതത്ര വലിയൊരു പ്രശ്നമാണോ? ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല പ്രശ്നമെന്ന്. അല്ല, ടോക്സിക് ക്യാരക്ടർ പ്രകടിപ്പിക്കുന്നവർക്കും ഇതൊരു പ്രശ്നമാണ്. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് ഒരിക്കലും കഴിയുകയില്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഉത്കണ്ഠ, വിഷാദം, ചിലപ്പോൾ സൂയിസൈഡൽ തൊട്ട് ഗിൽട്ട് ഫീലിംഗ്, അതായത് ആത്മാഭിമാനക്കുറവ്, ജീവിതത്തിൽ ഒട്ടും സംതൃപ്തി ഇല്ലാതാകുക, അഗ്രസീവായി പെരുമാറുക എന്നിങ്ങനെ പലതരത്തിൽ മാനസിക ആരോഗ്യത്തെ ഇത് ഗുരുതരമായി ബാധിച്ചേക്കാം. ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു സാഹചര്യമാണിത്. സ്വന്തം ഭാവിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഈ പ്രായത്തിൽ ഇത്തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് ടോക്സിക് റിലേഷൻഷിപ്പ് കൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ തന്നെയാണ് ഇല്ലാതാകുന്നത്. എന്നാൽ വളരെ പ്രായോഗികമായി മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നത് മൂലം ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് അനിവാര്യമാണ് ടോക്സിക് റിലേഷൻഷിപ്പ് അനുഭവിക്കുന്നവരും അത്തരത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർക്കും.